ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും ഈദ് മുബാറക്. ഇന്ന് നമുക്ക് ഈദ് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ബിരിയാണി ഉണ്ടാക്കിയാലോ. ഇതെനിക്ക് ഷുഹൈബ് പ്രത്യേകം പഠിപ്പിച്ചു തന്ന ഒരു ബിരിയാണിയാണ്. നല്ല ടേസ്റ്റിലുള്ള ഒരു സ്പെഷ്യൽ ബിരിയാണി. അപ്പോൾ ഞാൻ ഇങ്ങനെ അല്ലായിരുന്നു നേരത്തെ ബിരിയാണി വെക്കുന്നത് കേട്ടോ. ഇത് ഷുഹൈബ് സ്പെഷ്യൽ ബിരിയാണിയാണ്. എനിക്ക് പഠിപ്പിച്ചു തന്നാണ്, ഇഷ്ടപ്പെട്ടു. ഞാൻ ഇപ്പോൾ ഇങ്ങനെ മാത്രമേ വെക്കൂ. ചിക്കൻ എടുക്കുക, അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ട്, പച്ചമുളകും കൂടെ അരച്ച് ചേർക്കുക. പിന്നെ ഒരു ഹാഫ് പീസ് ഓഫ് ലെമണും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക ഒരു 10 മിനിറ്റ്സ്. കലത്തിലാണ് നമ്മൾ റൈസ് കുക്ക് ചെയ്തെടുക്കുന്നത്. അതിൽ കറുവപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക, നമ്മുടെ കുരുമുളക് അതെല്ലാം കൂടെ ചേർത്ത് വെള്ളം ഒന്ന് തിളയ്ക്കാൻ വെക്കുക. എന്നിട്ട് വേണം റൈസ് ചേർത്ത് കൊടുക്കാൻ. പിന്നെ നമ്മളിത് ഓയിൽ ഒഴിച്ച് നന്നായി തിളച്ചതിന് ശേഷം ചിക്കൻ ഇതേപോലെ എടുത്ത് ഇട്ട് കൊടുക്കുക ഈ ഓയിലിലേക്ക്, നന്നായി ഫ്രൈ ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അടുത്തതായി വേറൊരു പാനിൽ നമ്മൾ കുറച്ച് ഗീ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗീ നന്നായി മെൽറ്റ് ആയതിനു ശേഷം നമ്മൾ കാഷ്യൂസും കിസ്മസും ഒനിയനും എല്ലാം ഒരു ഗോൾഡൻ ബ്രൗൺ കളറിൽ ഫ്രൈ ചെയ്ത് എടുക്കണം. അപ്പോൾ ബിരിയാണിയിൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് സമയം എടുക്കും, നല്ല ഈ ഒരു കളറിലായിട്ട് കിട്ടണം. വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റൈസൊക്കെ ചേർത്ത് കൊടുത്താൽ ഇത്തിരി ഗീയും അതിൻ്റെ കൂടെ ഉപ്പും കൂടെ ചേർത്ത് വേണം നമ്മൾ റൈസ് കുക്ക് ചെയ്ത് എടുക്കാനായിട്ട്. പിന്നെ വേറൊരു ഉരുളി എടുത്തിട്ട് അതിൽ വേണം ബാക്കി നമ്മൾ കുറച്ച് ഗീയും കുറച്ച് ഓയിലും ഒക്കെ ചേർത്തിട്ട് നമ്മൾ ഈ ചിക്കൻ കറി വെക്കില്ലേ അതുപോലത്തെ മസാല ഉണ്ടാക്കുക. അത്രയും മസാല ചേർക്കണ്ട. ഇതേപോലെ നമ്മുടെ ഒനിയനും പിന്നെ നമ്മുടെ മസാല, ഗരം മസാല, പിന്നെ കുരുമുളക് പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ ക്യാപ്സിക്കൻ, പിന്നെ നമ്മുടെ തക്കാളി, ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായി ഇതേപോലെ മിക്സ് ചെയ്തെടുക്കുക. ഉപ്പൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം കറക്റ്റാണ്. അതായത് നമ്മൾ റൈസിലും ഉപ്പിടുന്നുണ്ട്, ചിക്കൻ ഫ്രൈയിലും എല്ലാത്തിലും ഉപ്പ് ചേർക്കുന്നുണ്ട്. അപ്പോൾ എല്ലായിടത്തും ടാലി ആയിട്ട് വേണം എപ്പോഴും ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഫ്രൈ ആയ ചിക്കനും കൂടെ ചേർത്ത് ഇതേപോലെ ഇളക്കി സെറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ റൈസ് അതിൻ്റെ മണ്ടയ്ക്ക് ഇതേപോലെ വെന്ത റൈസ് ഇട്ട് കൊടുക്കുക. പിന്നെ കൊറിയാൻഡർ ലീവ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എന്തൊക്കെയാണോ ഫ്രൈ ചെയ്തത് അതെല്ലാം ഇതിൻ്റെ മുകളിൽ ഇതേപോലെ സെറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഉണ്ടല്ലോ നല്ല മണമായിരിക്കും കേട്ടോ. അതായത് ഈ ഒനിയനൊക്കെ ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് വരുന്നത്. ഞാൻ നേരത്തെ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ജസ്റ്റ് വഴട്ടി ഇടത്തേ ഉള്ളായിരുന്നു. ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ കളർ ആവാനൊന്നും വെയിറ്റ് ചെയ്യത്തില്ലായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ഇത്രത്തോളം കാഷ്യൂസ് ഒന്നും കിട്ടുകയില്ലല്ലോ. പിന്നെ പൈനാപ്പിൾ ഉണ്ടെങ്കിൽ അതും കൂടെ ഇതേപോലെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ചിലവർക്ക് ഇതിടുന്നത് ഇഷ്ടമല്ല, എന്തായാലും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി റെഡി ആയിട്ടുണ്ട്. If you like it, follow for more. Bye bye.